അടൂരിനു വേണ്ടി മുൻ MLA ഒന്നും ചെയ്തിട്ടില്ലെന്ന് NDA സ്ഥാനാർത്ഥി പന്തളം പ്രതാപൻ. അടിസ്ഥാന മേഖലകളിലടക്കം വികസന മുരടിപ്പ് തുടരുകയാണ്. എല്ലാ ജനവിഭാഗങ്ങൾക്കിടയിൽ നിന്നും NDAക്ക് വലിയ പിന്തുണ ലഭിക്കുന്നുണ്ടെന്നും പന്തളം പ്രതാപൻ പറഞ്ഞു. അടൂർ നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി പന്തളം പ്രതാപൻ ജനൻ ടിവിയോടൊപ്പം ചേരുകയാണ്. അദ്ദേഹത്തിന്റെ പ്രചാരണം അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേട്ടാ നമസ്തേ. ഈ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്, അവസാന ദിവസങ്ങളിലേക്ക് കടക്കുകയാണ്. എങ്ങനെയുണ്ട് ജനങ്ങളുടെ പ്രതികരണങ്ങളൊക്കെ? ഈ നാട്ടിൽ നടക്കാതെ പോയ വികസനം വെറും വാക്കുകളുള്ള വികസനമല്ല. ഇപ്പം ഞങ്ങൾ ഈ മുരുകൻകുന്ന് കോളനി, പുലിക്കുന്ന് കോളനി കൂടി ഇപ്പോൾ കടന്നു വരികയാണ്. ഇപ്പം നമുക്ക് അങ്ങോട്ട് പോയാൽ കാണാം, എല്ലാ സഹോദരിമാരും സഹോദരന്മാരും അവിടെ വലിയ ബക്കറ്റുകളും ടാങ്കുകളും നിറഞ്ഞ് നിൽക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജൽജീവൻ മിഷൻ പദ്ധതി എല്ലാ പഞ്ചായത്തുകൾക്കും കൊടുത്തു, നഗരസഭയ്ക്ക് കൊടുത്തു. നയാ പൈസ ഇവിടെ അവർ ചിലവഴിച്ചില്ല. അവരിപ്പോഴും രൂക്ഷമായ കുടിവെള്ളം, മനുഷ്യൻ്റെ ഏറ്റവും അത്യാവശ്യമായ ഘടകമാണ് വെള്ളം. കഴിഞ്ഞ 15 വർഷം നിരന്തരമായിരുന്ന ഒരു MLA, ആ MLAയുടെ പാർട്ടി വീണ്ടും മത്സരിക്കുക. അദ്ദേഹം അതിന് മറുപടി പറയാൻ ഉത്തരവാദിയുള്ളതാണ്. കാരണം ഈ നാട്ടിലെ ജനങ്ങൾക്ക് അത്യാവശ്യം ഒരു വികസനം വന്നില്ല, കുടിവെള്ളമെങ്കിലും കൊടുക്കണ്ടേ. അതിന് പോലും കഴിയാത്ത ഗതികെട്ട 15 വർഷക്കാലമാണ് ഇവിടെ പോയത്. 15 അതിന് മുമ്പുള്ള വർഷം ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതിനൊരു മാറ്റം ജനം ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ ഈ ഉന്നതി പ്രദേശങ്ങളിൽ, ഇപ്പോൾ കോളനി എന്ന് പറയാൻ നമുക്ക് പാടില്ല, അവിടെയൊക്കെ ചെന്നപ്പോൾ ആളുകളൊക്കെ ഞങ്ങളോടൊന്ന് പറഞ്ഞത് ഈ പ്രാവശ്യം ഒരു മാറ്റം ഉണ്ടാകും. അവരൊക്കെ വ്യത്യസ്ത രാഷ്ട്രീയ നിലപാടുകളുള്ളവരാണ്. പക്ഷേ അവരുടെ നിലപാടെന്ന് പറഞ്ഞാൽ നാട്ടിൽ മാറ്റം, വികസനം ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ അവർ വലിയ വികസനമല്ല. അവർക്ക് ഈ കോളനികളിലൊക്കെ ചെല്ലുമ്പം അടിസ്ഥാന വികസനമായ കുടിവെള്ളവും വഴിയും വെളിച്ചവും അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ആ കുടിയ വെള്ളം പോലും ഇല്ലാത്ത പള്ളിക്കൽ ഈ മുഴുവൻ മണ്ഡലത്തിൽ എവിടെ പോയാലും കുടിവെള്ളം വലിയ രൂക്ഷമായ പ്രശ്നമാണ്. സത്യത്തിൽ ഞങ്ങൾ ഈ സ്ഥാനാർത്ഥി പര്യടനമായിട്ട് എല്ലാ ഗ്രാമാന്തരങ്ങൾ പ്രദേശങ്ങളിലേക്ക് പോകുമ്പോഴാണ് ഇത്രയും വലിയ രൂക്ഷതയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതൊക്കെ MLA നോക്കി നടത്തേണ്ട കാര്യമല്ലായിരുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. രണ്ടാമത്തെ സമയത്ത് ഇപ്പം പല വീടുകളിലും ചെല്ലുമ്പോൾ ഞങ്ങൾ കൈ കാണിക്കുമ്പം പ്രായമായ അച്ഛനും അമ്മയും മാത്രമേ കാണാൻ കഴിയുന്നത്. എന്തുകൊണ്ട് പറ്റി? ഇവിടെ ഒരു തൊഴിൽ സംരംഭമില്ല. ഇവിടെയുള്ള ആളുകളെല്ലാം ജീവിതത്തിന് വേണ്ടി, അവർക്ക് ജീവിക്കാൻ വേണ്ടി വിദേശ രാജ്യങ്ങളിലേക്ക് പോവുക. വലിയ അട്രാക്ഷനൊന്നും ഇപ്പം നിലവിലില്ല. പണ്ട് നമ്മൾ വിദേശത്ത് ലണ്ടനിലാണ്, അമേരിക്കയിലാണെന്ന് പറഞ്ഞ ഗുണമുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. പക്ഷേ അവർക്ക് വേറെ മാർഗ്ഗം, ഇവിടെ ഒരു തൊഴിലില്ല. ഇവിടെ ഒരു IT പാർക്ക് തുടങ്ങാമായിരുന്നു. ഗവൺമെൻറ്റിൻ്റെ എല്ലാ സ്വാധീനമുള്ള MLA ആണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ പാർട്ടി പിണറായി വിജയൻ്റെ 10 വർഷം പിണറായി വിജയനും അതിനു മുമ്പ് ഉമ്മൻചാണ്ടിയും ഭരിക്കുകയായിരുന്നു. അതിനു മുമ്പും കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും മാറി മാറി ഭരിച്ചു. ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് രാഷ്ട്രീയ ആരോപണമല്ല. അപ്പോൾ ജനങ്ങളെല്ലാം ഇത് കാണുന്നുണ്ട്. പിന്നെ ഇവിടെ വിശ്വാസികളുടെ ഒരു സങ്കേതമായി ഈ അടൂർ നിയോജകമണ്ഡലം പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ഇവിടെ ആളുകൾ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വന്ന് ഇവിടെ അടൂർ ടൗണിൽ പാടി, സ്വർണം കെട്ടത് ആരപ്പ, സഹാക്കളാണ് അയ്യപ്പ. അടുത്ത ലൈൻ അദ്ദേഹം പറഞ്ഞില്ല. യഥാർത്ഥത്തിൽ അടുത്ത ലൈൻ എന്താ? സ്വർണം വിറ്റത് ആരപ്പ, കോൺഗ്രസ്സാണ് അയ്യപ്പ. അതാണ് വാസ്തവം. കോൺഗ്രസും CPM-ഉം തുല്യമായി ക്ഷേത്രം മുഴുവൻ കൊള്ളയടിക്കുക. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന് നോമിനേഷൻ കൊടുത്തു കഴിയുമ്പോഴാണ് അടൂരിൽ ടൗണിലുള്ള ഒരു ബാങ്ക്, സഹകരണ ബാങ്ക്, ഇവിടുത്തെ മുൻ MLA CPM നേതാവ് എൻ്റെ ഭാര്യയാണ് ഇപ്പോഴത്തെ നിലവിൽ പ്രസിഡന്റ്, അവർ രാജിവെച്ചതിന് കാരണം എന്താ? 75 ലക്ഷം രൂപ മുൻ ഭരണസമിതി അടിച്ചുകൊണ്ട് പോയി എന്നുള്ള ഓഡിറ്റ് റിപ്പോർട്ട് വന്നു. അത് ഓഡിറ്റ് റിപ്പോർട്ടിൽ CPM-ൻ്റെ ഓഡിറ്റേഴ്സാണ് വരുന്നത്, ഗവൺമെൻറ്റിൻ്റെ NGO യൂണിയൻകാർ തന്നെ. എന്നിട്ട് പോലും അവർക്ക് 75 ലക്ഷമെങ്കിലും കാണിക്കേണ്ടതായി വന്നു എന്നുള്ളതാണ്. 75 ആയിരിക്കില്ല. അപ്പോൾ കേരളം മുഴുവൻ ഇത് കട്ടുപിടിക്കുക. അപ്പോൾ ഈ വിശ്വാസമായാലും വികസനമായാലും അഴിമതിയായാലും ഇന്ന് ഈ സംസ്ഥാനം മുഴുവൻ കൊടികുത്തി വാഴുക. വിലക്കയറ്റം കൊണ്ട് ജനം പൊറുതി മുട്ടുക. ഇപ്പോൾ പഞ്ചായത്ത് ഓഫീസിൽ പോയി ഒരു ബിൽഡിങ് പണിയണമെങ്കിൽ, ഒരു പെർമിറ്റ് എടുക്കണമെങ്കിൽ സാധാരണക്കാർക്ക് പോലും നേരത്തെ ഉള്ളതിന് 10 മടങ്ങ് വർദ്ധിപ്പിച്ചിരിക്കുന്നു. കരം, നമ്മുടെ വസ്തുനികുതി വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഒരു വസ്തു, ഒരു 10 സെൻറ്റ് സ്ഥലം വാങ്ങിക്കാൻ, അല്ലെങ്കിൽ 5 സെൻറ്റ് സ്ഥലം വെച്ചൊരു വീട് വാങ്ങിക്കാൻ പോയാൽ രജിസ്ട്രേഷൻ നികുതി വർദ്ധിപ്പിച്ചിരിക്കുന്നു. എല്ലാം വർധനയാണ്. സാധാരണക്കാരനെ കഴുത്ത് ഞെക്കിപ്പിടിച്ച് അവനെ മുന്നോട്ട് നയിക്കാൻ കഴിയാത്ത തരത്തിൽ കാര്യങ്ങൾ പോകുന്നു. ഇവിടെ വികസനം എന്ന് പറയുന്നത് എന്താ? അവർ പറയുന്നത് MLA 4 റോഡ് ചെയ്തു എന്ന് പറഞ്ഞു. അത് MLA-യുടെ ഖ്യാതിയായിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം റോഡ് ചെയ്യാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് റോഡ് വികസന ഫണ്ട് അനുവദിക്കുന്നുണ്ട്. ജനങ്ങളിൽ നിന്നും വാഹനം വാങ്ങിക്കുമ്പോൾ 15 വർഷത്തേക്കുള്ള ടാക്സ് ഒന്നിച്ചാണ് വാങ്ങിക്കുന്നത്. നമ്മളൊരു KSRTC യാത്ര ചെയ്യുമ്പോൾ റോഡ് സെസ് വാങ്ങിക്കുന്നുണ്ട്. പെട്രോൾ അടിക്കുമ്പം റോഡ് സെസ് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വാങ്ങിക്കുന്നത് ജനങ്ങൾക്ക് റോഡ് പണിഞ്ഞു കൊടുക്കാനാണ്. അത് കൃത്യമായി പണിയുന്നില്ലെന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ അതൊന്നും ഒരു MLA-യുടെ നേട്ടമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്കറിയാം, PMCY പദ്ധതി നടപ്പിലാക്കിയിരുന്നെങ്കിൽ നമ്മുടെ സർക്കാർ സ്കൂളുകളുടെ സ്വഭാവം തന്നെ മാറിയേനും, അവരുടെ വിദ്യാഭ്യാസ നിലവാരം മാറിയേനും. NEP ഇവിടെ നടപ്പിലാക്കാൻ അവർ തയ്യാറാവുന്നില്ല. കാരണം ഇപ്പോഴതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ സർക്കാർ സ്കൂളുകളിലെ കുട്ടികളുടെ എണ്ണം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുക. അവിടെയും
പാവപ്പെട്ടവർക്ക് തൊഴിൽ കിട്ടാൻ പറ്റുന്നൊരു മേഖലയാണ് അധ്യാപനം. അവിടെ കിട്ടുന്നില്ല. ഇപ്പോൾ ഇവിടെയൊക്കെ ഞങ്ങൾ ചെല്ലുമ്പോൾ സർക്കാർ ജീവനക്കാരും അത് NGO യൂണിയൻകാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നൊരു കാര്യം, കഴിഞ്ഞ ശമ്പള കമ്മീഷൻ്റെ 9 ഗഡു ക്ഷാമത്ത് ഞങ്ങൾക്ക് കിട്ടാനുണ്ട്. ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് ഞങ്ങൾ ഉത്തരവിറക്കുമെന്ന് പറഞ്ഞു, 9 ഗഡു കൊടുക്കുമെന്ന് പറഞ്ഞു. ഇതുവരെ കൊടുത്തിട്ടില്ല. പെൻഷൻകാർക്ക് കൊടുത്തിട്ടില്ല. പാവപ്പെട്ട 70 വയസ്സ് കഴിഞ്ഞ പ്രായം ആളുകൾക്ക് ഇപ്പോൾ ചോദിക്കുന്നത്, ഞങ്ങൾക്കൊരു ഇൻഷുറൻസ് പദ്ധതി ഇല്ലല്ലോ. നമ്മുടെ മോദിജി ആയുഷ്മാൻ ഭാരത് എന്ന് പറഞ്ഞൊരു പദ്ധതി ഇവിടെ പ്രഖ്യാപിച്ചു. കേരളം ഇടാത്തതുകൊണ്ട് ഞങ്ങൾക്കത് കിട്ടുന്നില്ല. അത് ഏത് മേഖല എടുത്ത് പരിശോധിച്ചാലും, അധ്യാപകരുടെ മേഖല, ഇപ്പോൾ പെൻഷൻകാരുടെ മേഖല, ഇപ്പോൾ പുതിയ ശമ്പള കമ്മീഷനെ പ്രഖ്യാപിച്ചതല്ലാതെ ഒരു കാര്യം ചെയ്തില്ല. കോവിഡ് കാലത്ത് നമ്മുടെ ജീവനക്കാരുടെ മുഴുവൻ പണവും കോവിഡ് ഫണ്ടിലേക്ക് എടുത്തു, ഞങ്ങൾ തിരികെ തരാമെന്ന് പറഞ്ഞു. ഒരു നയാ പൈസയും തിരിച്ചു കൊടുത്തിട്ടില്ല. ഇതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ നിലപാട്. ഇതിനെ ശക്തമായി ജനങ്ങൾ മുഴുവൻ എതിർത്തുകൊണ്ട് ഈ പ്രാവശ്യം NDAക്ക്, ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായി വോട്ട് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിലെമ്പാടുമുള്ളത്, പ്രത്യേകിച്ച് അടൂരിലുള്ളത്. അടൂരിൽ BJP അല്ലെങ്കിൽ NDA മുന്നോട്ട് വയ്ക്കുന്ന, അവർക്ക് വേണ്ടി വയ്ക്കുന്ന വാഗ്ദാനങ്ങൾ, ജനങ്ങൾക്ക് വേണ്ടി വയ്ക്കുന്ന വാഗ്ദാനങ്ങൾ എന്തൊക്കെ? ഓഫ് കോഴ്സ് വികസനമുണ്ട്, അതുകൂടാതെ എന്തൊക്കെയുണ്ട്? എല്ലാ കുടുംബങ്ങളിലും മാതാപിതാക്കൾ, പ്രായമായ മാതാപിതാക്കൾ അവിടെ ഇപ്പോൾ ഏകരാണ്. അവരേകരാകുന്നതിൻ്റെ പ്രധാന കാരണം അവരുടെ മക്കൾ ജോലി അന്വേഷിച്ച് വിദേശങ്ങളിലൊക്കെ പോയതുകൊണ്ടാണ്. ആ വിദേശത്തൊക്കെ പോയിരിക്കുന്ന ആളുകൾക്ക് ഇവിടെ IT മേഖലയിൽ, സ്വകാര്യ മേഖലയിലും ഗവൺമെൻറ് മേഖലയിലും പുതിയ തൊഴിൽ സ്ഥാപനങ്ങൾ ആരംഭിക്കും. അങ്ങനെ അവരെ തിരിച്ചിവിടെ കൊണ്ടുവരും. നാട്ടിൽ അവരുടെ അച്ഛനും അമ്മയും ഭാര്യയും മക്കളും കുടുംബമായിട്ട് ജീവിക്കാനുള്ള, സന്തോഷത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്ന ഒരു വികസന അന്തരീക്ഷം ഇവിടെ ഉണ്ടാക്കും. ഇവിടെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞു. കുടിവെള്ളം പോലെയുള്ള പ്രധാന വിഷയങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാക്കും. 8.25 കോടി രൂപയാണ് അടൂർ നഗരസഭ ലാപ്സാക്കിയത്. അമൃത് പദ്ധതി, കുടിവെള്ള പദ്ധതിക്ക് ലാപ്സാക്കിയത് വേണ്ട എന്ന് എഴുതി കൊടുത്തു. ഇടതുപക്ഷം ഭരിക്കുന്ന CPIയുടെ ചെയർമാൻ ഇരിക്കുന്ന ഭരണസമിതിയായിരുന്നു. ഇപ്പോഴാണ് മാറി കോൺഗ്രസ് ആയത്. അവിടെ 8.25 ലക്ഷം 1 മുതൽ 10 വരെ വാർഡുകളിൽ കുടിവെള്ളം സൗജന്യമായി കൊടുക്കാൻ വേണ്ടി എടുത്തൊരു പദ്ധതി വേണ്ട എന്ന് പറയുമ്പോൾ, വികസനം കൊണ്ടുവന്നില്ലെങ്കിലും കിട്ടിയത് നടപ്പിലാക്കാൻ പോലുമുള്ള താല്പര്യമില്ലാത്ത ആളുകളെ ആണ് ഇവിടെ ഉള്ളതെന്നുള്ളത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളിൽ കൃത്യമായ വിശ്വാസ സംരക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും, കുടിവെള്ളം പോലെയുള്ള അടിസ്ഥാന വിഷയങ്ങളുടെ കാര്യത്തിലായാലും, ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽ മേഖലയിലുള്ള തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്ന കാര്യത്തിലുമൊക്കെ കൃത്യമായ ഒരു പ്ലാനിങ്ങോടുകൂടി ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ നേതൃത്വത്തിൽ ഞാൻ ഇവിടെ തിരഞ്ഞെടുക്കപ്പെടും. ഞങ്ങൾ നടപ്പിലാക്കും. പ്രചാരണം ഇപ്പോൾ എങ്ങനെയാണ് പോകുന്നത്? എങ്ങനെയാണ്, ഏത് ഘട്ടം? ഇപ്പം 3-ാം ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ഇലക്ഷൻ്റെ പ്രഖ്യാപനമൊക്കെ പെട്ടെന്ന് വന്ന കാരണം എല്ലാവർക്കും സമയത്തിൻ്റെ പരിമിതിയുണ്ട്. പക്ഷേ ആ പരിമിതിയൊന്നും ഞങ്ങൾക്ക് ഫീൽ ചെയ്യാറില്ല. കാരണം ജനങ്ങൾ അത്രമാത്രം പ്രതീക്ഷിച്ചിരുന്നത് പോലെയാണ് ഞങ്ങൾ ചെല്ലുമ്പോൾ കാണാൻ കഴിയുന്നത്. അവരൊക്കെ പറയുന്നത് ഇങ്ങോട്ട് വരണ്ട, ഞങ്ങൾ വോട്ട് ചെയ്തിരിക്കും, ഞങ്ങൾ തീരുമാനമെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് നിശ്ചയമായും പ്രധാനമന്ത്രിയും കൂടി അടുത്ത ദിവസം തിരുവല്ലയിൽ വരുമ്പോൾ അതോടുകൂടി 100% വിജയം സുനിശ്ചിതമാകും. എല്ലാ വിജയാശംസകളും ചേട്ടാ. സന്തോഷം. എന്തായാലും മാറാത്തത് മാറും എന്നുള്ള കാര്യം ഉറപ്പാണ്. അടൂരിൽ അത് മാറുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം ജനകീയ പ്രശ്നങ്ങൾ, തീർത്തും അടിസ്ഥാനപരമായിട്ടുള്ള ജനകീയ പ്രശ്നങ്ങൾ വരെ ഉന്നയിച്ചുകൊണ്ട് തന്നെ അതിന് പരിഹാരം വാഗ്ദാനം ചെയ്തുകൊണ്ട് തന്നെയാണ് അടൂരിൽ പന്തളം പ്രതാപൻ്റെ പ്രചാരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.